ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമാകും എന്ന് വിചാരിച്ചു. വോട്ടെണ്ണൽ കഴിയുമ്പോൾ തീരുമല്ലോ എന്താണെങ്കിലും. പക്ഷെ തീർന്നില്ല. ഇപ്പോൾ നമ്മളുടെ ദീദി എന്ന് വെച്ചാൽ ചേച്ചി, പക്ഷെ കുറച്ചുകൂടെ പ്രായമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതനുസരിച്ച് അമ്മച്ചി എന്ന് ചേർത്ത് വിളിക്കണമല്ലോ. അങ്ങനെ മമതാ ബാനർജി എന്ന അമ്മച്ചി ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചു, ഞാൻ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അല്ല ചേച്ചി, തോറ്റു. അവർക്ക് BJPക്ക് 203, അമ്മച്ചിക്ക് 81, ഇങ്ങനെയൊക്കെയാണ് സീറ്റ്. എൻ്റെ 100 സീറ്റ് അവന്മാർ മോഷ്ടിച്ചതാടാ. ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല, കസേരയിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല, ഞാൻ രാജിവെക്കില്ല. അല്ല, ഭരണഘടനയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭരണഘടന കൊണ്ടുപോയി തോട്ടിക്കളയണം. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ കള്ളത്തരമാണ്. എൻ്റെ കൺമുമ്പിൽ ഇവന്മാർ 100 സീറ്റും കൊണ്ട് കടന്നു കളഞ്ഞു. ആര്? ഇലക്ഷൻ കമ്മീഷനും നരേന്ദ്രമോദിയും അമിത്ഷായും തലച്ചുമടായിട്ട് പെട്ടിക്കകത്ത് ചുറ്റിക്കെട്ടി 100 സീറ്റും കൊണ്ട് ഓടി. ഞാൻ പിന്നാലെ ഓടാൻ പോയി, നടന്നില്ല. അമ്മച്ചിയുടെ പുറത്താരോ ചവിട്ടി, വയറ്റത്താരോ ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ ചവിട്ടി എന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ്, 100,000 ക്യാമറയും സംഗതിയൊക്കെ ഉള്ളപ്പോഴാണ്. അവരുടെ ഒരു 4 അടി വൃത്തത്തിൽ ഒരു മനുഷ്യനില്ല, സെക്യൂരിറ്റിക്കാരേ ഉള്ളൂ. സെക്യൂരിറ്റിക്കാരിങ്ങനെ കൈ പിടിച്ച് ഒരു വൃത്തത്തിലാക്കി അതിൻ്റെ നടുക്ക് നിന്നാണ് ഇവരുടെ പെർഫോമൻസ്. അതിന് പുറത്താണ് ബാക്കി ജനം നിൽക്കുന്നത്. ഒന്ന് ചവിട്ടാമെന്ന് വിചാരിച്ചാൽ അവിടം വരെ കാലെത്തില്ല, മനസ്സിലായോ? പക്ഷേ അവർ പറയുന്നു അവരെ ചവിട്ടി എന്ന് പറഞ്ഞാൽ ചവിട്ടി. എപ്പോൾ ചവിട്ടി, ആര് ചവിട്ടി? ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നോളാം. ആരോ ഒരുത്തൻ ചവിട്ടിയെന്ന്. എനിക്ക് നടുവിന് പാടില്ല. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഓയിൻമെൻ്റൊക്കെ പുരട്ടി ഇരിക്കുകയാണ്. ഇതാണ് മമതാ ബാനർജിയുടെ നടപടി. അപ്പോൾ അവർ പറയുന്നത്, എന്നെ ഇറക്കി വിടാൻ ആരും നോക്കണ്ട, എന്നെ ഇറക്കി വിടാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. കാരണം മോറൽ വിക്ടറി എനിക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം അങ്ങനെ പലതും വരും. കേന്ദ്ര സർക്കാർ പട്ടാളത്തെയും പോലീസിനെയൊക്കെ ഇറക്കി നോക്കും. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോവില്ല. അമി ബൈരേ ജാബോന. അപ്പം ഞാൻ ഡിക്ഷണറി എടുത്തു. ഇത് സാധനം വല്ല തെറിയാണോ? ഇല്ല, ഞാൻ പുറത്ത് പോവില്ല എന്നാണ് എൻ്റെ അർത്ഥം. അമി ജാച്ചീന, പോവില്ല, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അമ്പിനും വില്ലിനും എടുക്കാതെ അവർ നിൽക്കുകയാണ്. അവർ പത്രസമ്മേളനമൊക്കെ വിളിച്ചു. അപ്പോൾ ഒരു പത്രക്കാരി പെങ്കൊച്ച് ചോദിച്ചു, അല്ല, സ്ഥാനാർത്ഥികളാണോ ഈ കൃത്രിമം എന്തെങ്കിലും കാണിച്ചത്? സ്ഥാനാർത്ഥികളൊന്നും ചെയ്തില്ല. സ്ഥാനാർത്ഥികൾ ചെയ്യാൻ ധൈര്യപ്പെടില്ലടാ. സ്ഥാനാർത്ഥികളല്ല ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളിൽ ചിലർ ഇതിന് ഉത്തരവാദികളാണ് കേട്ടോ. മാധ്യമങ്ങൾ, നിങ്ങളും ഈ മോഷണത്തിന് കൂട്ടുനിന്നു. അപ്പം ഞാൻ ഓർത്തികളെ, ഇത് മോഷ്ടിച്ച് ഈ സീറ്റ് ഇതെവിടെ പോയി? 100 സീറ്റ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടീ, ഇങ്ങനെ മമതാ ബാനർജിയുടെ സീറ്റ് മോഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഓടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ വലിയ കേസ് കെട്ടാകുമല്ലോ, മോഷണമല്ലേ, നിസ്സാര സംഗതിയല്ല. അപ്പം ഭാര്യ പറഞ്ഞു, അല്ല നിക്ക്, ഇവിടെ 2 പെട്ടി വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. അതിനകത്ത് എന്താണെന്ന് വിചാരിച്ച് അന്വേഷിക്കാൻ ഞാൻ എന്താ? ഞാൻ പറഞ്ഞു, ഞാനിത് അന്വേഷിക്കാറില്ല. ഈ വീട്ടിൽ എപ്പോഴാണ് മറ്റേ സൊമാറ്റോ, സ്വിഗ്ഗി, പിന്നെ ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതൊക്കെ വന്നും പോയി എൻ്റെ വീട് വഴിയമ്പലം പോലെയായി. ഞാനിപ്പോൾ നോക്കാറില്ല. ഇപ്പോൾ വാതിൽ തുറന്നു കൊടുത്ത് മതിയായി. നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് OTP ചോദിക്കും. ഇതെന്ത് OTP എനിക്കറിഞ്ഞു. അപ്പോഴാണ് 37 അകത്തുനിന്ന് വന്നിട്ട് OTP ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. എന്തോ ഒരു കെട്ടും മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാനിത് വിട്ടു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പെട്ടി 2 ഇവിടെ ഇരിക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് നരേന്ദ്രമോദി ധൃതിയിൽ പോയി. ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി വന്നിട്ട് നീ കയറി ഇന്നിരിക്കാൻ പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഉറങ്ങുകയാണ്, ഇപ്പം ഞാൻ വിളിക്കാം, ഇരിക്ക്, ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും നേരമില്ല. പുള്ളിക്കാരനോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നു, ഞാൻ പിന്നെ കണ്ടോളാം. ഈ പെട്ടി ഇവിടെ വെച്ച് ചേച്ചി, ഇതിനകത്ത് സീറ്റാണ്, ബംഗാളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്.
വിശ്വസിച്ച് ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10-12 വീട് കണ്ടു വെച്ചിട്ടുണ്ട്. 3-4 സീറ്റ് അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആര് വരാൻ? ഇവിടെയുള്ള പിണറായി വിജയനാണെങ്കിൽ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ കോൺഗ്രസ്സുകാർ അവർ മുഖ്യമന്ത്രിയെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക, നോക്കാനും ചോദിക്കാനും ആരുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ നാളെ മറ്റന്നാളെ ഞാൻ ആളെ വിട്ട് എടുപ്പിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം, പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി പോയി തലയിലൊരു തോർത്തു ഇട്ടിട്ടുണ്ട് ആളെ തിരിച്ചറിയാതിരിക്കാൻ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു 4 സീറ്റ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, അത് മോദി പറഞ്ഞു വിടുന്ന ആളിന് കൊടുത്തയക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ട് വരുന്നത്. കൂടെ കൂടെ ഇതും പറയും, അമി ജാച്ചീന, ഞാൻ പോവില്ല, ഞാൻ ഇറങ്ങില്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് 5 വർഷം തികയുന്ന നിമിഷം ആ മന്ത്രിസഭ, ആ നിയമസഭ അത് ഇല്ലാതെയാകും എന്നാണ്. 5 വർഷം തികയുന്നത് ഇന്ന് രാത്രി 12 മണിക്കാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് വെസ്റ്റ് ബംഗാളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ല. അപ്പോൾ അങ്ങനെ നാഥനില്ല കളരിയായിട്ട് കിടക്കുമോ? ഇല്ല. ഗവർണറാണ് പിന്നെ ഭരണം ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ മമതാ ബാനർജി എന്ത് ചെയ്യും? ഇപ്പോൾ തൽക്കാലം അസംബ്ലി ബിൽഡിംഗ് പൂട്ടിക്കിടക്കുകയാണ്. ഇവർ നാളെ പോയിട്ട് ഈ പൂട്ട് പൊളിച്ച് അകത്ത് കയറുമല്ല. അവരുടെ കയ്യിൽ ആളുണ്ട്, 10,000-5,000 പേരെ എപ്പോൾ വിളിച്ചാലും എന്തിനും തയ്യാറായിട്ട് ഗുണ്ടാസംഘമുണ്ട്. അവിടെ പോലീസ് പട്ടാളം ഒക്കെ നിരക്കും. അവരുമായിട്ട് അടിതൊഴി ഉണ്ടാക്കി ഇവർ വാതിൽ പൊളിച്ച് അകത്ത് കയറി മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കും. സത്യപ്രതിജ്ഞ അവർ സ്വയം ചൊല്ലും. അവർക്ക് ഗവർണറുടെയും മണ്ണാങ്കട്ടയുടെയും ആവശ്യമൊന്നുമില്ല, അവരങ്ങ് ഭരിക്കും. ഇതാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ ഈ സീനൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉദ്വേഗം അത് നമുക്ക് മറ്റന്നാളെ കാണാം. അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ് ഒക്കെ അവരുടെ വേലക്കാരെ പോലെയാണ്. ഒരു അപ്പിയറൻസിന് 30 ലക്ഷം വേണ്ടോ ഓരോ കോടി പിടിക്ക്, എപ്പോഴും 30 ലക്ഷം തന്നുകൊണ്ടിരിക്കുക. എനിക്ക് മേലെ തീരുമ്പോൾ കാശ് തരാം. ഇതാണ് മമതാ ബാനർജിയുടെ ഏർപ്പാട്. അപ്പോൾ അഭിഷേക് മനു സിംഗ് ഇതിനകത്ത് ഒരു ഉടക്കെന്തെങ്കിലും കണ്ടുപിടിക്കും. ഈ ഭരണഘടനയിൽ ഓബ്വിയസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ വ്യക്തമായി കഴിഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തമായോ? വ്യക്തമാകണമെന്നില്ല, എല്ലാവർക്കും ബോധ്യപ്പെടണം. അപ്പോൾ ഒരാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യക്തമായിട്ടില്ല എന്നാണ്. അതിനാൽ ഓബ്വിയസ്ലി എന്നുള്ള വാക്ക് ഈ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി ചേർക്കുന്ന കാലത്ത് അദ്ദേഹം മനഃപൂർവ്വമാണ് ഇത് എഴുതിയത്. എല്ലാവർക്കും ജയിച്ചവന് ജയിച്ചെന്നും തോറ്റവന് തോറ്റെന്നും ബോധ്യം വന്നിട്ടേ ഇത് മുന്നോട്ട് പോകാവുള്ളൂ എന്നാണ് അതിനർത്ഥം. അതിനാൽ ഇത് സ്റ്റേ ചെയ്യണം. ഇപ്പോൾ സുപ്രീം കോടതി പറയും, എങ്ങനെയാണോ ഈ ലെജിസ്ലേച്ചർ സ്റ്റേ ചെയ്യുന്നത്? അതിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ അങ്ങ് സ്റ്റേ ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ പോകും വാദം. എന്ത് നോൺസെൻസും ആൾ കപിൽ സിബലോ സിംഗ്വിയോ ആണെങ്കിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാം. സുപ്രീം കോടതി അത് കേട്ടോണ്ടിരിക്കും. നോൺസെൻസാണ് എന്ന് പറയുകയില്ല. ദിസ് ഈസ് ടു മച്ച് മിസ്റ്റർ സിബൽ എന്ന് പറയും. നോ മൈ ലോർഡ്, ലിസൺ ടു മൈ സബ്മിഷൻ. ഇത് കേൾക്കുമ്പോൾ പ്ലീസ് സ്പീക്ക്. ഇതാണ് സുപ്രീം കോടതിയിൽ നടക്കുന്ന നാടകം. അപ്പോൾ അങ്ങനെ 2-3 ദിവസം കേസ് നാളത്തേക്ക് മാറ്റി വയ്ക്കും. രാജ്യം ഉദ്വേഗജനകമായ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനം തല്ലുകൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെച്ചറിലോ ഒക്കെ മമതാ ബാനർജിയെ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് നേരെ ആശുപത്രിയിലേക്ക് മാറ്റും. ആ ആശുപത്രിക്ക് ചുറ്റും ഒരു 10-25,000 ജനം കൂടും. ഇപ്പം ജനം കുറഞ്ഞു വരികയാണ് കേട്ടോ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഹിന്ദുക്കൾ ചില ആക്ഷൻസ്, അവർ സർക്കാർ വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ ചില ജോലികൾ അവർ തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ കുറേ അധികം വീഡിയോസ് ഉണ്ട് അതിൻ്റെ. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അത് TMC അങ്ങ് ഏറ്റെടുത്തു. 4 പാട്ടക്കഷ്ണം അങ്ങ് തറച്ച് കുറ്റിയും നിറച്ചിട്ട് പാട്ടക്കഷ്ണം വെച്ചിട്ട് അതിൽ TMC എന്നെഴുതി. അതോടെ സ്ഥലം അവരുടെയായി. നമ്മുടെ നാട്ടിൽ ഈ BJP ബുക്ക്ഡ്, CPM ബുക്ക്ഡ് എന്നൊക്കെ മതിൽ എഴുതി വയ്ക്കുമല്ലോ. നമ്മൾ വിചാരിക്കും ഈ മതിലയാളാണ്, അങ്ങനെയല്ല. ആ മതിലിൽ എഴുതാനുള്ള അവകാശം പുള്ളി ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ബംഗാളിലെ അർത്ഥം അങ്ങനെയല്ല.
ഒരു സ്ഥലത്ത് കുറ്റി തറച്ച് പാട്ടയും ആണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത്രയും ചതുരശ്ര അടി സ്ഥലം TMCയുടെ ആണ് എന്നർത്ഥം. അപ്പോൾ ഈ പാട്ടയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പാർക്ക് പുനഃസ്ഥാപിച്ചു ജനങ്ങൾ. പിന്നെ 2 അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലേക്ക് കയറാൻ പാടില്ല, അമ്പലം പൂട്ടിയിട്ടിരിക്കുക, വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുക. ഹിന്ദുക്കൾ കോടതി പോയി. കോടതി പറഞ്ഞു, എന്തോന്നു അമ്പലം പൂട്ടിയിട്ടിരിക്കുക, തുറന്നു കൊടുക്കണോ അവർക്ക്? അല്ല, തുറന്നു കൊടുത്താൽ ചോരപ്പുഴ ഒഴുകും. കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ ഒഴുകട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ, താൻ തുറന്നു കൊടുക്കുന്നു. ഇവർ കൊടുത്തില്ല, വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുക. ഇപ്പോൾ ഈ ഭരണമാറ്റം വന്നു ഭരണമാറ്റമല്ല, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ ബോൾഡായിട്ടിറങ്ങി, ആരാടാ ഇവിടെ ചോരപ്പുഴ ഒഴുകുന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഈ 2 അമ്പലവും അങ്ങ് തുറന്നു. രണ്ടും 2 സ്ഥലത്താണ് കേട്ടോ, പ്രത്യേകം വീഡിയോ ആണ്, ഞാൻ നിങ്ങളോട് ചുരുക്കി പറയുന്നതേ. ഇത് കഴിഞ്ഞു കോളേജ് പിള്ളേർ എല്ലാ കോളേജിലും TMC ഗുണ്ടകൾക്ക് ഒരു മുറിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇടിമുറി എന്ന് പറയില്ല, അതുപോലത്തെ ഇടിമുറി സൂപ്പർവൈസ്ഡ് ബൈ TMC ഗുണ്ടാസ്. അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവന്മാർ പോയിട്ട് ഈ ഇടിമുറിക്കകത്തെ ഫർണിച്ചറും ഒക്കെ തല്ലി പൊട്ടിച്ച് പിള്ളേരല്ലേ, ആകെ കൂടെ ബഹളം. എന്നിട്ട് റോഡിലൂടെ ജാഥ. ഇപ്പം മമതാ ബാനർജിയുടെ ഒരുപാട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ബംബ ബംബ, ടംബ ടംബ, ഖംബ ഖംബ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വടിയൊക്കെ വീശുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ സാധനം റാപ്പ് മ്യൂസിക്, പിള്ളേർ അത് വിട്ടുകൊണ്ട് റോഡിൽ വലിയ വടിയും പിടിച്ച് ഡാൻസ് ചെയ്യും. മമതാ ബാനർജിയുടെ വേഷത്തിൽ പെൺകുട്ടികൾ നടക്കുന്നു. എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചില പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ. ഇത് കൂടാതെ TMCയുടെ 2-3 ആപ്പീസുകൾ ചുമ്മാ അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചു. അതും ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ. ഒരല്പം അക്രമാസക്തരായി ഇതുപോലത്തെ. കാരണം 15 വർഷത്തിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചുമ്മാ വഴിയെ പോയവനിട്ട് 2 അടിയൊക്കെ കൊടുക്കും. ഇതെന്താ ചേട്ടാ എന്നെ തല്ലുന്നത്? എടാ സ്വാതന്ത്ര്യം കിട്ടിയതാണ്, ഇരിക്കട്ടെ നിനക്ക് 2 അടി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. അങ്ങനെ 2 ആപ്പീസ് TMCയുടെ പൊളിച്ചു. അത് ശരിയല്ല എന്നൊക്കെ പോലീസുകാർ പറഞ്ഞു ഞങ്ങളുടെ 2000 ആപ്പീസ് മൊത്തം പൊളിച്ചിട്ടുണ്ട്, ഞങ്ങൾ 2 പൊളിക്കുന്നുള്ളൂ. അതും വെറുതെ വാതിൽ ചവിട്ടി പൊളിക്കും, വിജാഗരി ഇളക്കിയിട്ട് വാതിലവിടെ ഇട്ടിട്ട് പോകും, വേറെ നാശനഷ്ടമൊന്നും വരുത്തില്ല. അതിനൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ആൾക്കാരെ റോഡിൽ കാണുന്നില്ല. കുറേ പെണ്ണുങ്ങൾ അതിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്. അവർ ഉശിരോടെ അങ്ങോട്ട് ഇറങ്ങി. മമതാ ബാനർജിയുടെ ആൾക്കാരാണ്, ഞങ്ങളെ തൊടാൻ ആരെന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ നിന്ന് വലിയ വെല്ലുവിളിയും സംഗതി. BJPയുടെ പെണ്ണുങ്ങൾ വന്നിട്ട് കാരണക്കുറ്റി തീർത്ത് 2 അങ്ങോട്ട് കൊടുത്ത്, ഇപ്പം ആരടി നീ മേലെ കണ്ടുപോരും നിന്നെ ഇവിടെ നിന്ന്. അപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും എന്ന് പെണ്ണുങ്ങളും വിചാരിക്കുന്നില്ല. ഞങ്ങൾ സ്ത്രീകളാണ്, ആരും ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയായിരുന്നു അവരുടെ വിചാരം. ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വളഞ്ഞു. അവസാനം ഇവർ 2 പേരും കൈകൂപ്പി പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ഞങ്ങളെ വെറുതെ വിടണം, ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ ആവേശമോ? നീ 15 വർഷം മനുഷ്യനെ സ്വാധീനം മുട്ടിച്ചതും പോരാ, ഇപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോൾ നിൻ്റെ ആവേശം എന്താടി ആവേശം? അപ്പോഴത്തേക്ക് പോലീസൊക്കെ വന്നു. 2 പേരും തൊഴുത് നിന്നു. 2 പെണ്ണുങ്ങളാവുള്ളൂ. 2 പേരും തൊഴുത്, ദയനീയമായിട്ട് തൊഴുത്. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കൊരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങളെ വീട്ടിൽ വിട്, എന്നെ തുറന്നു വിട് എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലായി ബഹളമായി. അവരെ തുറന്നു വിട്ടു. ഈ സംഗതിയൊക്കെ ബംഗാളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബംഗാൾ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ബംഗാൾ വയലൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിലാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി വലിയ വയലൻസൊന്നുമില്ല. ആകെ അതിൽ ഞാൻ കണ്ടത് ഇവർ ഈ ജാഥയായിട്ട് ഹിന്ദുക്കളാണ് കേട്ടോ, വെറുതെ കാവിക്കൊടിയും പിടിച്ച ഹിന്ദുക്കൾ. BJP കൊടിയില്ല, RSSൻ്റെ കൊടിയല്ല, ഒന്നുമല്ല, ചുമ്മാ ഒരു കാവിക്കൊടിയുമായിട്ട് അല്ലെങ്കിൽ കാവി തലക്കെട്ട്, കാവി ഷോള്, ഇതൊക്കെ ആയിട്ട് ചെറുപ്പക്കാർ റോഡിലിറങ്ങി നടക്കുന്നു. ഈ നടന്നു പോകുന്ന കൂട്ടത്തിൽ അവിടെ നിൽക്കുന്ന ഒരു ആടിനെ ഒരുത്തം പൊക്കി കൊണ്ടുപോകും. ഞാൻ വിചാരിച്ചേ ഇതെന്തൊരു മോശം, ആടിനെയും പൊക്കി കൊണ്ടാണല്ലോ നടന്നു പോകുന്നത്, മോഷണമല്ലേ ഇത്. അപ്പോൾ പോയി ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോഴാണ് ഇത് ഇവൻ്റെ ആടാണ്.
പോണ വഴിക്ക് ഇവൻ്റെ വീട്. ആടിനെ കൊണ്ടുപോയി വീട്ടിലെത്തിച്ചിട്ട് ഇവൻ പിന്നെ ജാഥയ്ക്ക് നടന്നു പോകും. അപ്പോൾ എനിക്ക് പക്ഷേ വല്ലതിൻ്റെ ആടല്ല, സ്വന്തം ആട് വഴിയെ നിൽക്കുന്ന കണ്ടിട്ട് ഇവൻ ഇതാരെ ഈ ആടിങ്ങനെ ഇതിനെയും പൊക്കി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതൊക്കെയാണ് നടക്കുന്ന തമാശകൾ. ജനാധിപത്യത്തിൻ്റെ ഡാൻസ് ഇവിടെ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ദീദി ഇന്ന് രാത്രി എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പോലീസും പട്ടാളവും വരുമോ, അതോ തലയ്ക്ക് വിളിയുള്ള ആരെങ്കിലും മര്യാദയ്ക്ക് രാജി കൊടുത്ത് ഇറങ്ങി പെണ്ണുമ്പിളെ ചുമ്മാ കച്ചറ ഉണ്ടാക്കാതെ എന്ന് പറയുമോ എന്ന് നിശ്ചയമില്ല. അവരേതായാലും അവരുടെ നിപ്പും ഭാവവും മട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. അമി ബൈർ ജാബോന, ഇതാണ് കൂടെ കൂടെ പറയുന്ന വാക്യം. ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല എന്ന് മലയാളം. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ. താങ്ക് യു.